ഹായ് ഫ്രണ്ട്സ്, ഇടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിരുദയാണ്. ഞാനിന്നൊരു തേങ്ങാച്ചോറും ബീഫും ഒക്കെ ഉണ്ടാക്കുകയാണ്. ഒരു പരിപ്പ് കറിയും പപ്പടമൊക്കെ കേട്ടോ. എൻ്റെ നൊസ്റ്റാൾജിയയിലുള്ളൊരു വിഭവമാണ്. അപ്പോൾ ഇത് ഞായറാഴ്ചയപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിലുള്ള ദിവസമാണല്ലോ. നിങ്ങളെ കൂടെ കാണിക്കാം കേട്ടോ. ആദ്യം ഞാൻ ബീഫ് വെക്കുകയാണ്. ഫസ്റ്റ് അത് കാണിച്ചു തരാം. അപ്പോൾ ബീഫ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1 കിലോ ബീഫേ ഉള്ളൂ. അതിലേക്ക് കുറച്ച് നാളികേരക്കൊത്ത്, ഇതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ കേട്ടോ. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയാണ് കേട്ടോ. അതൊരു ഇത്ര വലിപ്പമുള്ളൊരു കഷ്ണം നമ്മൾ ചതച്ചു. 5 to 10 അല്ലി വെളുത്തുള്ളി, ഒരു 5 പച്ചമുളക് കേട്ടോ. ഇത്തിരി കറിവേപ്പില, 4 സവാളയുണ്ട്. ഗ്രേവിയുള്ള കറിയാണ് കേട്ടോ. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി കേട്ടോ. കുറച്ചൊരു ഗരം മസാലപ്പൊടി കേട്ടോ. ഇതിനൊരു ചെറിയ സ്പൂണിനൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്തിരി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. ആവശ്യമുള്ള ഉപ്പ് കേട്ടോ. ഇനി നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി യോജിപ്പിക്കുക കേട്ടോ. നമ്മൾ നന്നായിട്ട് ഇതാ തിരുമ്മി യോജിപ്പിച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ആവശ്യമില്ല ബീഫിന് എന്നും പറയണ കൂട്ട്. ഞാൻ അധികവും ബീഫ് ഇങ്ങനെ കുക്കറിൽ വേവിക്കാനാണ് ഒരു താല്പര്യം. കാരണം റെഡ് മീറ്റൊക്കെ ഇങ്ങനെ പ്രഷറിൽ വേവണമായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഇതൊരു 6 വിസിലടുപ്പിക്കുക. കുറച്ച് അത്യാവശ്യം നല്ല വലിപ്പമുള്ള കൂട്ടാണ് മുറിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു 6 വിസിലടുപ്പിക്കുക കേട്ടോ. അതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ കത്തിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരുന്നൊരു 6 വിസിലടിക്കട്ടെ. ആവി വരുമ്പോൾ ഞാൻ വിസിലിട്ട് കൊടുക്കും. ഞാൻ എപ്പോഴും പറയണ പോലെ. ഓക്കെ, ഇനി അടുത്ത പരിപാടി കാണിച്ചു തരാം. ഇപ്പം തേങ്ങാച്ചോറ് വെക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. ഇപ്പം അതും ഇവിടെ കാണിക്കാം. ഞാനേതാ ഈ നാരിക്ക് ഒരു 2.5 നാഴി അരി എടുത്തിട്ടുള്ളത് കാണുന്നുണ്ടല്ലോ. പിന്നെ മട്ടേരിയാണ് കേട്ടോ. തേങ്ങാച്ചോറിൻ്റെ ടേസ്റ്റ് മട്ടേരിയാണ്. ഇതുപോലെ ഒരു സ്പൂണിന് കുമിച്ചൊരു സ്പൂണ്, പിന്നെ 1 നാഴിക്ക് കുമിച്ചൊരു സ്പൂൺ ഉലുവ കേട്ടോ. അപ്പം ഞാനിതിനൊരു 2.5 സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. 1 നാഴിക്ക് ഇതുപോലെ നല്ലൊരു സ്പൂണിന് 1 സ്പൂൺ ഉലുവ കേട്ടോ. അതിൽ കൂടുതലൊക്കെ ചേർത്താൽ ഒരു കയ്പ്പ് വരും. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യാം. നമ്മുടെ ബീഫ് ഇങ്ങനെ വിസിലടിക്കുകയാണ്. പിന്നെ കുറച്ച് ചെറിയുള്ളി ഞാനിങ്ങനെ നടുകെ പിളന്ന് വെച്ചിട്ടുണ്ട്. കുറച്ച് പെരിഞ്ജീരകം, ഒരു വെളുത്തുള്ളി 4 അല്ലി ചതച്ചത്, 3 പച്ചമുളക്, കറിവേപ്പില, ഒരു ഇഞ്ചിയുടെ ഒരു കുഞ്ഞിപ്പൊട്ട്. അത് വേണമെന്നൊന്നുമില്ല, എന്നാലും ഞാനതിങ്ങനെ ചേർത്താറുണ്ട്. അതുകൊണ്ട് കാണിക്കാൻ വിചാരിച്ചു. നമ്മൾ ഈ 1 ഗ്ലാസ് അരി എടുക്കുന്നതിന് 2.25 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ തേങ്ങാച്ചോറ് കുക്കറിൽ വെക്കുമ്പോൾ യൂസ് ചെയ്യുക കേട്ടോ. കാരണം ഈ അരിക്ക് വേവുള്ള അരിയാണ്. ഈ അരിക്ക് എന്ന് പറഞ്ഞാൽ വേവുള്ള അരിയാണ്. അപ്പം ആ അരിക്ക് 2.25 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് കേട്ടോ. അപ്പം ഇതിപ്പോൾ 2.5 ഗ്ലാസ് അരി ആയതുകൊണ്ട് ഞാനിപ്പം 6.25 ഗ്ലാസ് വെള്ളം വേണ്ടി വരും കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് നാളികേരപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കാണുന്നുണ്ടല്ലോ. അപ്പം ഇത് കുറച്ച് നാളികേരത്തേക്കാണ്ട് വെള്ളം ഒഴിച്ച് അരിച്ചെടുത്തു എന്നേ ഉള്ളൂ. 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നുമില്ല. അപ്പം അങ്ങനെയാണിത് എടുത്തിട്ടുള്ളത്. അപ്പം ആദ്യം ഈ പാലൊന്ന് നമുക്ക് അളന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1, 2 അങ്ങോട്ട് തികഞ്ഞിട്ടില്ല, ലേശം കുറവുണ്ട്. അപ്പം അത്രയും ഒരു തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ തേങ്ങാപ്പാലിൻ്റെ അംശമൊന്നും അങ്ങോട്ട് പോകണ്ടായിരിച്ചിട്ടേ ആ പാത്രത്തിലേക്ക് തന്നെ വെള്ളം അങ്ങോട്ട് ഒഴിക്കുകയാണ് കേട്ടോ. ബാക്കിയുള്ള വെള്ളം നമുക്ക് ഇങ്ങനെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. 3, 4, 5, 6, 6.25 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇതാ ഒരു ബേ ലീഫ് കേട്ടോ. ഒരു ബേ ലീഫ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ നാളികേരവും ഈ ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചതും പച്ചമുളകും ഈ കുഞ്ഞിപ്പൊട്ട് ഇഞ്ചി ഉള്ളതും ഒക്കെ കൂടെ നമ്മൾ ഒരു പാത്രത്തേക്ക് ആക്കിയിട്ട് കൈ കൊണ്ടാണ് തിരുമ്മി യോജിപ്പിക്കുകയാണ് കേട്ടോ. അത് ഇതിലേക്കാണ്ട് ചേർത്ത് കൊടുക്കുക ചെയ്യുക. ഇനി നമ്മൾ ഇതിലേക്ക് ഇങ്ങോട്ട് തട്ടി കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ ആ ഉലുവ എടുത്ത സ്പൂണിന് ഒരൊറ്റ സ്പൂണ് പെരിഞ്ജീരകം, ഉലുവ എടുത്ത സ്പൂണിന് തന്നെ 1 സ്പൂണ് പെരിഞ്ജീരകം, അരിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക കേട്ടോ. അരി ഇട്ടതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം.
ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ. ഒരു പൊടിക്ക് മുന്നോട്ട് നിൽക്കണം, ചോറിനുള്ള ഉപ്പ് വേണമല്ലോ. അപ്പം നമുക്കത് കൈ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് എന്നിട്ട് നമ്മളതാ ഇതിലിങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യുക. കൈ കൊണ്ടൊന്നും മടിക്കൊന്നും വേണ്ട, നമ്മൾ എന്തൊക്കെ സാധനം കൈ കൊണ്ട് ഉണ്ടാക്കണതാണ്. നമ്മൾ കയ്യിലേ ആ നീര് കുറച്ചിങ്ങനെ എടുത്തിട്ട് ഉപ്പ് നോക്കിയാൽ മതി. അപ്പം ഇനി നമ്മൾ കുക്കറ് അടച്ച് വെച്ചതിന് ശേഷം നല്ല തീയിലൊരു വിസിൽ വന്നിട്ട് തീ സിമ്മിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ വെച്ചതിന് ശേഷമാണ് നമ്മളിത് ഓഫ് ചെയ്യണം. അപ്പോൾ ആ സിമ്മിൽ കിടക്കുമ്പോൾ വിസിലടിച്ചാൽ അപ്പോൾ ഓഫ് ചെയ്യുക കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നല്ല ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതായി വന്നിട്ട് നമുക്ക് വിസിലിട്ട് കൊടുക്കാം. എന്നിട്ടൊരു വിസിലടിച്ചതിന് ശേഷം നമ്മൾ തീ സിമ്മിലേക്ക് ആക്കിയിട്ട് വെക്കുക. അപ്പോൾ വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യുക, വന്നിട്ടില്ലെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്യുക കേട്ടോ. ഇനി അത് കുക്കറിലേക്ക് കുറച്ച് പരിപ്പ് കഴുകി അതിൻ്റെ മേളിൽ വെള്ളമാക്കി വെച്ചിട്ടുണ്ട്. ഒരു സവാളയുടെ പകുതി ആയിരിക്കും അരിഞ്ഞിടുകയാണ് പരിപ്പിലേക്ക്. 2 പച്ചമുളകും കീറിയിടുകയാണ്. ഈ കറിയൊക്കെ വെക്കുമ്പോഴേ എൻ്റെ മനസ്സിൽ കൂടെ ഒരു 100 കാര്യങ്ങളാണ് പോണത്. എൻ്റെ ചെറുപ്പകാലമൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. എൻ്റെ അയൽവക്കത്തെ വീട്ടിൽ നിന്നൊക്കെ കഴിച്ചിട്ടുള്ള രുചിയാണിത്. ഞങ്ങൾ ഉണ്ടാക്കണതല്ല. എൻ്റെ എൻ്റെ അടുത്തുള്ള കഴിച്ചാത്തയും റുക്കിയാത്തയൊക്കെ ഉണ്ടാക്കി തരുന്ന വിഭവമാണിത്. എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് കഴിച്ചിട്ടുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പരിപ്പ് കറിയൊക്കെ ഉണ്ടോയെന്ന്. പക്ഷെ ഞങ്ങൾ ഇങ്ങനെയായിരുന്നു കഴിച്ചിരുന്നത്. പരിപ്പും പപ്പടവും തേങ്ങാച്ചോറും ബീഫുമാണ്. അപ്പോൾ എനിക്കതൊരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ്. പിന്നെ റുക്കിയാത്തപ്പം ഉണ്ട്, അയച്ചാത്തപ്പം ഇല്ല. അപ്പോൾ ഞാൻ അവരെയൊക്കെ ഇങ്ങനെ അത് ഉണ്ടാക്കണ നേരത്തെ എനിക്കൊരു ഓർമ്മ വന്നു. അപ്പോൾ ഇത് അടച്ചടുപ്പത്ത് വയ്ക്കട്ടെ. ഇതിലേക്ക് നമുക്കൊരു നാളികേരം അരച്ചൊരു അരപ്പ് റെഡിയാക്കണം. അത് ഞാൻ കാണിച്ചു തരാം. സാധാരണ നമ്മൾ നാളികേരം അരച്ച് ചെറിയ ജീരകവും വെളുത്തുള്ളിയും ചെറിയുള്ളിയും നാളികേരം അരയ്ക്കുമല്ലോ, അതുപോലെ ചിലർ പച്ചമുളക് അതിൽ കൂട്ടി അരയ്ക്കുക ചെയ്യുക. ഇവിടെ അങ്ങനെ അതിൻ്റെ അരവിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇതിൽ കീറി ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടുപ്പത്ത് വയ്ക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടു ചെറുതായിട്ടോ, ഞാൻ വിട്ടുപോയതാണ്. അത് വേറെ രുചിയാണ്. വളരെ കുറച്ചിട്ടൊരു നിറത്തിന് കേട്ടോ. ഉപ്പ് ഇട്ടില്ലല്ലോ, ഞാൻ നൊസ്റ്റാൾജിയൊക്കെ പറഞ്ഞു തന്നു, ഉപ്പൊക്കെ മറന്നുപോയി. അപ്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നാളികേരം കേട്ടോ, പരിപ്പ് കറിക്കുള്ളതാണ്. ഒരു 2-3 ചെറിയുള്ളി, കുറച്ച് ചെറിയ അല്ലിയായിട്ടാട്ടോ ഇത്രയും വെളുത്തുള്ളിയൊക്കെ. അത് സാധാ ജീരകത്തിൻ്റെ ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ കുറച്ചൊരു പൊടി കേട്ടോ. ഇതിൻ്റെ കൂടെ പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് അരയ്ക്കാം കേട്ടോ. ഞാൻ കൂട്ടുന്നില്ല, മറ്റുള്ള സാധനത്തിനൊക്കെ ചേർത്തതുകൊണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്ക് പരിപ്പ് കറിക്കുള്ള കൂട്ടാണ് കേട്ടോ. ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ഉരുളി വെച്ചിട്ടുണ്ട് കേട്ടോ, ബീഫ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചോറ് വിസിലൊക്കെ അടിച്ച് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്, തുറന്നിട്ടില്ല. നമ്മുടെ ബീഫ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ബീഫ് റെഡിയായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് റെഡിയാക്കാം. ഉരുളി ചൂടാവട്ടെ കേട്ടോ. അപ്പോഴേക്ക് നമുക്ക് ഇതാ പരിപ്പ് വെന്ത് ചെയ്യാൻ തുറന്നിട്ടുണ്ട്. അതിലേക്ക് അരപ്പ് കൂട്ടി കൊടുക്കാം കേട്ടോ. ഇതാ പരിപ്പ് നല്ല ഉടഞ്ഞ് വെന്തുണ്ട്. നാളികേരം അരച്ചത് അരപ്പിലേക്ക് നമ്മളിങ്ങനെ ചേർക്കുകയാണ് കേട്ടോ. ആ പരിപ്പ് ഞാനിവിടെ അരപ്പൊക്കെ കൂട്ടിയിട്ടൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായിട്ട് നമുക്കതിലേക്ക് കടുക് വറക്കണം. ഉരുളി ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ എണ്ണയൊന്നും ചേർത്തിട്ടില്ലല്ലോ. നമ്മളതിലേക്ക് ഒരു സവാള കൂടെ ഞാൻ അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇടുകയാണ്. ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളിയും കൂടെ ഒന്നും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പിലയും കൂടെ നമ്മളിതിൽ ഇട്ടിട്ടുണ്ട്. അത് എല്ലാം കൂടെ ഒന്ന് വഴന്ന് വരട്ടെ. ഒന്നും കൂടെ വഴന്നതിന് ശേഷം നമുക്കതിലേക്ക് വെന്തിരിക്കുന്ന ബീഫ് ചേർക്കണം. 2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബീഫിന് ഞാനൊന്ന് തുറന്നിട്ടുണ്ടാവുന്നത് നോക്കട്ടെ. മസാല കുറവുണ്ടെങ്കിൽ ഈ നേരത്ത് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. തുറന്നിരിക്കുന്നതിനകത്തേ ഒന്ന് നോക്കട്ടെ. അപ്പം നമ്മുടെ പരിപ്പ് ചൂടായിട്ടുണ്ട്. ഇത് ഞാനങ്ങോട്ട് മറ്റേ അടുപ്പിലേക്ക് ഇറക്കി വെച്ചിട്ടേ ഇതിലൊരു ചീനച്ചട്ടി വെച്ചിട്ട് കടുക് വറുക്കുകയാണ് കേട്ടോ. ഞാൻ കുറച്ചൊന്ന് ലൂസായിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്, നല്ലോണം ലൂസും അല്ല. പരിപ്പായതുകൊണ്ട് അത് ഇത്തിരി കഴിയുമ്പോൾ ഒന്നങ്ങോട്ട് കുറുകി വരും. ഉപ്പൊക്കെ ഈ സമയത്തൊക്കെ നോക്കണം, വേണമെങ്കിൽ ചേർക്കുകയൊക്കെ വേണം.
അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ ഇതൊരു വിധം ഒന്നിങ്ങനെ മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു തക്കാളി ആഡ് ചെയ്യാണ്. ഇത് എത്ര വലുപ്പമുള്ളൊരു തക്കാളി കേട്ടോ. ഇതൊന്ന് അതിൽ കിടന്ന് ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോഴേക്ക് നമ്മുടെ ചീനച്ചട്ടി ഇവിടെ ഇങ്ങനെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം, പരിപ്പ് കറിക്ക് കടുക് വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക, അതവിടെ ആയിക്കോട്ടെ. നമ്മുടെ ഈ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കടുക് വറുക്കാനുള്ളത്. അതിലേക്ക് ഞാൻ കുറച്ച് കടുക്, 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ചൂടായി കിടക്കുകയാണ്. നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് കേട്ടോ ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മൂത്ത് വരട്ടെ. അപ്പോൾ ഈ കടുക് വറുക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, അതൊന്നിങ്ങനെ മൂത്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് ഉണക്കമുളക് ക്രഷ് ചെയ്ത് വെച്ചാണ്, ക്രഷ്ഡ് ചില്ലി ഒരു ലേശം നമ്മുടെ ഈ കടുക് വറുക്കുന്നതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് കടുക് വറുത്ത് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് കടുക് വറുക്കുമ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കറിയിൽ വേറൊരു രുചി വരും നമ്മുടെ കറിക്ക്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് നമുക്കതിങ്ങനെ ഒന്നും അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്തൊരു വാസനയാണെന്നറിയോ കറി ഇങ്ങോട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുമ്പോഴേ, വല്ലാത്തൊരു ടേസ്റ്റാണ് വരിക. മണവും ചേർന്നതാണല്ലോ നമ്മുടെ രുചി. നല്ല സൂപ്പർ കറിയാണ്. അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി ബീഫിൻ്റെ അടുപ്പത്ത് നോക്കാം. അത് അത്യാവശ്യം നല്ലോണം മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇത്രയും മീറ്റ് മസാലപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത്രയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്പൂണിനൊരു സ്പൂൺ ഇല്ല. ഇപ്പോൾ ഈ ഇളക്കുന്ന തവിക്ക് ഒരു സ്പൂൺ ഇല്ല. ഗ്രേവി വേണമല്ലോ, ഒരു കുഴഞ്ഞിട്ടുള്ളൊരു കറിയല്ലേ. അപ്പം ഇതൊന്നങ്ങോട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ വേവിച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ഇടുക കേട്ടോ. ഇപ്പം ഞാൻ ഇതിലേക്ക് ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്നും ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ. ലേശം ചൂടുവെള്ളമാണ് ചേർക്കണത്. നമ്മളൊരു ചൂടുവെള്ളം ഈ കുക്കറിലേക്ക് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് അരപ്പൊക്കെ നമ്മൾ ചേർത്ത അരപ്പൊക്കെ അപ്പോൾ അത് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതിങ്ങനെ കിടന്നൊന്ന് വേവട്ടെ. വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് തുള്ളി കുരുമുളക് പൊടി ചേർക്കണം. ഇതൊന്ന് ഒന്നും കൂടെ ഒന്നിങ്ങോട്ട് കുറുകി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മളത് തുറന്നുണ്ട്. നമ്മുടെ കറി എന്താണെന്നറിയോ, നല്ല സൂപ്പർ, നല്ല വാസനയാണ്. ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തൂവി കൊടുക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ കേട്ടോ. അതൊന്നിങ്ങനെ ഇളക്കി ഇങ്ങോട്ട് മിക്സ് ചെയ്ത് 1-2 തിള തിളച്ചതൊന്നും ഇങ്ങോട്ട് കിടന്ന് തിളച്ചൊന്ന് വേവിയാവട്ടെ. അടിപൊളി കറിയാണ്. അപ്പം നമ്മുടെ ചോറും തുറന്നു നോക്കാം കേട്ടോ. അതാ ആവിയൊക്കെ പോയിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു പാകം എന്ന് കണ്ടോ? എന്ത് നല്ല കറക്റ്റായിട്ടാണുള്ളത് കേട്ടോ. കണ്ടോ, നല്ല കറക്റ്റായിട്ടാണുള്ളത്. അപ്പം ആ ചോറൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. അതൊക്കെ നല്ല വെന്തിട്ടുണ്ട്, നല്ലൊരു ഇതിലായിരിക്കണേ. അപ്പം ഞാനതൊന്നിങ്ങനെ ഒന്നങ്ങോട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ. എന്താ വാസന. പിന്നെ ഇത് കുറച്ച് വാവട്ടമൊക്കെ ഉള്ള ഒരു കുക്കർ ആയതുകൊണ്ട് ഇതൊന്നും മാറ്റണമെന്നില്ല. കുറച്ച് ഇടുങ്ങിയിരിക്കുന്ന കുക്കറാണെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് തട്ടി വേറൊരു പാത്രത്തിലേക്ക് ഇടണം, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. ഇതിപ്പോൾ അത്യാവശ്യം ഈ കുക്കറിനകത്ത് തന്നെ സ്പേസ് ഉള്ളത് കൊണ്ട് ഇതങ്ങനെ കട്ട കുത്തി പോവില്ല. ഇങ്ങനെ നല്ല നല്ല വൃത്തിയായിട്ടായിരിക്കണം. നല്ല ഉണർന്ന് കണ്ടോ, നല്ല ഇതായിട്ടായിരിക്കണം. ഇപ്പോൾ അതായിട്ടുണ്ട്. നമ്മുടെ ബീഫും കൂടെ റെഡി ആയാൽ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഞങ്ങൾ വിളമ്പണ സമയത്ത്
കാണിക്കാം. ഞാൻ കുളിച്ചൊക്കെ നല്ല ഉഷാറായി വരട്ടെ. ഇവിടുത്തെ കാര്യങ്ങൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അടുപ്പത്തിരിക്കുന്ന നേരത്തെ ഞാൻ അതൊക്കെ ചെയ്തു. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. ഞാൻ അമർത്തി അടച്ച് വെക്കുന്നില്ല. ജസ്റ്റ് കുക്കർ ഇങ്ങനെ ഇതിൻ്റെ മേളിലേക്ക് ഒന്ന് കുക്കറിൻ്റെ അടപ്പ് വെച്ച് മൂടുകയുള്ളൂ. വാഷറൊക്കെ ഊരിയതിന് ശേഷം ഈ വാഷറൊക്കെ ഇങ്ങനെ ഊരിയിട്ട് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മൂടി വെക്കുകയുള്ളൂ കേട്ടോ. സ്പേസ് ഉള്ളത് കൊണ്ടേ അതങ്ങനെ വെന്ത് കുഴഞ്ഞു പോകില്ല. അവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പം നമ്മളിതൊന്ന് തുറന്നു നോക്കട്ടെ. പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം ഞാനിത് ഒന്നും കൂടെ ഒന്നിങ്ങനെ ഇളക്കി. ഈ ഒരു ഗ്രേവി വേണം. തീരെ ഒരു ഗ്രേവി ഇല്ലെങ്കിലും രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാനിതൊന്ന് ഓഫാക്കി വെച്ചിട്ടേ ഉപ്പൊക്കെ ഞാൻ ഇടയ്ക്ക് നോക്കിയിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പാകം കറക്റ്റാണ്. അപ്പോൾ തീ ഓഫ് ചെയ്യാണ്. ഇനി കുളിച്ചിട്ട് വന്നിട്ടേ വിളമ്പുന്ന കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ വിഭവങ്ങളൊക്കെ ഞാൻ ഒരുമിച്ചേ മേശപ്പുറത്തേക്ക് കൊണ്ടുവച്ചു. സെപ്പറേറ്റ് ഓരോ പാത്രത്തിലൊന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ 3 പേരും കൂടെ കഴിക്കാൻ പോവാണ്. ഞാനും കണ്ണനും അസസനും കൂടെ കഴിക്കുന്നത്. ചിക്കൂസ് ഇല്ല. ചിക്കൂസ് ഇന്നലെ ഒരു ഫംഗ്ഷന് വേണ്ടി ലീവ് എടുത്തുകൊണ്ട് ഇന്ന് ലീവില്ല. ഞായറാഴ്ചയാണ്. നിങ്ങൾക്ക് ഇത് ഞാൻ കാണിച്ചു തരുമ്പോൾ 2 ദിവസം കൂടെ കഴിയുണ്ടാവും. പിന്നെ അസസന് ആദ്യം വിളമ്പി കൊടുക്കട്ടെ കേട്ടോ. ഇത് കണ്ടല്ലോ അല്ലേ, കുഴയാണ്ട് ഇരിക്കണ ചോറ് കേട്ടോ. ഞാൻ കുക്കറിൽ നിന്ന് ഡയറക്റ്റാണ് ഇതിലേക്ക് വിളമ്പണങ്ങൾ കണ്ടല്ലോ. നല്ല സൂപ്പറായിട്ട് ഇരിക്കണം പെരണ്ട് കേട്ടോ. കുക്കറിൻ്റെ മറ കൊണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ. ഇത് കണ്ടോ, നല്ല പെരണ്ട് നല്ല ചുമന്ന കറിയാണ്. പരിപ്പൊരു തുള്ളി പപ്പടവും കൂടെയാണുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ റെസിപ്പീസൊക്കെ കണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ, ഞാൻ വിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. കൂടെയുള്ള ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്ത് കഴിച്ചിട്ട് പറയും, വിവരം പറയും. ബീഫ് ഒരു കഷ്ണം എടുത്തൊക്കെ രുചി അടിപൊളി. ഇതൊരു അഭിപ്രായം പറയും നീ അല്ലേ. ഞാനിങ്ങനെ എല്ലാവരും നിങ്ങൾ പറഞ്ഞാലേ എനിക്കൊരു തൃപ്തി വരുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. പിന്നെ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരെ കേട്ടോ. എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ.